ഡിയേഴ്സ്, നമുക്ക് നമ്മുടെ പാഠത്തിലെ അടുത്ത ഭാഗം നോക്കിയാലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെറ്റബോളിസ നിയന്ത്രണം. അതെന്ത് ബോളിയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുവരെ പഠിച്ച പോലെയല്ല. ഇതുവരെ നമ്മൾ ചെടികളെ കുറിച്ചിട്ടല്ലേ, സസ്യങ്ങളിലും അവരുടെ ഹോർമോണുകൾ, അവർ പൂക്കാൻ കായ്ക്കാൻ, അങ്ങനത്തെ ഹോർമോൺസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. അത് നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം നമ്മളെ കുറിച്ചിട്ടല്ല. ഇനി നമ്മുടെ ശരീരത്തിൽ നമ്മൾ മനുഷ്യർ നമ്മളെ കുറിച്ച് പഠിക്കാൻ നമുക്ക് നല്ല എന്താ പറയുക ഇഷ്ടമായിരിക്കും. കാരണം നമുക്ക് ഒന്നും കൂടി മനസ്സിലാവും, നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അല്ലേ. അങ്ങനെ അറിയുമ്പോൾ ഒരു രസമല്ലേ. അപ്പൊ നിങ്ങൾ വിചാരിക്കും, എന്നിട്ടാണ് ജീനും ക്രോമസോം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കുറെ വെറുപ്പിച്ചത് അല്ലേ ഈ ടെക്സ്റ്റ് ബുക്കിലെ കഴിഞ്ഞ ഭാഗത്തിലെ. അപ്പോൾ അതുപോലെയല്ല, അത് വേറെ ഇത് വേറെ. ഇതെന്താണ്, ഇതൊന്നും കൂടി സിമ്പിളാണ്. ആദ്യം പറയാ, നിങ്ങൾക്ക് സിമ്പിളാണ്, പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇനിയുള്ള ഭാഗങ്ങളൊക്കെ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ആരെ കുറിച്ചിട്ടാണെന്ന് അറിയോ? നിങ്ങൾക്ക് അറിയണ ഒരാൾ തന്നെയാണ്. അയാളാണ് തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് എന്ന് കേൾക്കാത്തവർ വളരെ കുറച്ച് പേരെ ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു അവസ്ഥയിൽ തൈറോയ്ഡ് കിട്ടുന്നതായിരിക്കും. അതായത് ചിലപ്പോൾ ഒരാൾ നല്ല മെലിഞ്ഞു, അപ്പൊ നിനക്ക് തൈറോയ്ഡ് ഉണ്ടോ? ഒരാൾ പറയും എനിക്ക് എപ്പോഴും തണുപ്പാണ്, എനിക്ക് ചെറിയൊരു തണുപ്പ് പോലും സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നിനക്ക് തൈറോയ്ഡ് ഉണ്ടോ, നിനക്ക് തൈറോയിഡിന്റെ പ്രശ്നമുണ്ടോ? അങ്ങനെയൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ് പലരും നേരിട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പലരും പറയണത്. അപ്പോൾ ഈ തൈറോയ്ഡാണ് ഇവിടുത്തെ സ്റ്റാർ. ഈ തൈറോയ്ഡ് എവിടെയാണ് ഇരിക്കുന്നത്? തൈറോയ്ഡിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇതാ നമ്മളെ കഴുത്തിലാണ് കേട്ടോ. ഇത് നമ്മളെ കഴുത്താണ്, നമ്മുടെ ശ്വാസനാളം. ഈ ശ്വാസനാളത്തിന്റെ അവിടെ ദാ കണ്ടോ, ഇങ്ങനെ ഇരിക്കണ കണ്ടോ, ഇതാ ഈ ഇരിക്കുന്ന ഭാഗമാണ് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി. അപ്പോൾ ഇനി ഈ തൈറോയ്ഡ് ഗ്രന്ഥി ആളെന്താണ്, ആളെ മെറ്റബോളിസം ഒക്കെ നിയന്ത്രിക്കും. മെറ്റബോളിസം പറഞ്ഞാൽ നമ്മളെ ശരീരത്തിന്റെ ഈ ദഹനങ്ങളും അങ്ങനെയുള്ള ആ മെയിൻ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആളാണ് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയില് രണ്ട് തരം കോശങ്ങളുണ്ട്. എത്ര തരമാണ്? രണ്ട് തരം. രണ്ട് തരം. ഒന്ന് ഫോളിക്കുലാർ കോശങ്ങളും ഉണ്ട്, പാരാഫോളിക്കുലാർ കോശങ്ങളും ഉണ്ട്. ഫോളിക്കുലാർ, ഓക്കെ ഫോളിക്കുലാർ. അപ്പൊ ഫോളിക്കുലാർ അവിടെ വന്നപ്പോ എന്താണ്, ആളാണെങ്കിലും അവിടെ അയാൾക്ക് പാര വെക്കാൻ ഒരാളുണ്ടായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ കൂട്ടുകാരായിരിക്കാം, ചിലപ്പോൾ ബന്ധുക്കളായിരിക്കും, ചിലപ്പോൾ അയൽവാസികളായിരിക്കും. അങ്ങനെ ആരെങ്കിലും ഇങ്ങനെ പാര വെക്കും അല്ലേ. അതേപോലെ ഈ ഫോളിക്കുലാർ കോശങ്ങൾക്ക് പാര വെക്കാൻ വന്നവരായിരിക്കും പാരാഫോളിക്കുലാർ കോശങ്ങൾ. നമുക്ക് അങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ അങ്ങനെ പഠിക്കാം അല്ലേ നമുക്ക്. അപ്പോൾ ഈ തൈറോയ്ഡ് ഗ്രന്ഥിയിലെ രണ്ട് തരം കോശങ്ങളാണ് ഫോളിക്കുലാർ കോശങ്ങളും പാരാഫോളിക്കുലാർ കോശങ്ങളും. ഇനി എന്താ ചെയ്തെന്ന് അറിയോ? ഈ ഫോളിക്കുലാർ കോശങ്ങളല്ലേ, ആരും നമ്മളെ ഫോളിക്കുലാർ നമുക്ക് ഫോളി എന്ന് വിളിക്കാം. ഫോളി പറഞ്ഞു, ഞാനല്ലേ ഒരു ഹോർമോൺ ഉണ്ടാക്കുകയാണേ. ആ ഹോർമോണിന് പേര് കൊടുത്ത തൈറോയ്ഡ് അല്ലേ, അപ്പൊ ചേർത്തിട്ട് മാച്ചായിട്ട് പേര് കൊടുക്കാം. തൈറോക്സിൻ എന്ന് പേര് കൊടുക്കാം. തൈറോയ്ഡ് ഗ്രന്ഥിന്റെ ഒരു കോശമല്ലേ ഫോളിക്കുലാർ. അപ്പൊ ഫോളിക്കുലാർ കോശങ്ങൾ വിചാരിച്ചു ഞാൻ ഉണ്ടാക്കണ ഹോർമോണിന് പേര് കൊടുത്തു തൈറോക്സിൻ. അപ്പൊ നമ്മൾ പാരാണ് പാരാഫോളിക്കുലാർ. പാര വെറുതെ ഇരിക്കോ? എവിടെ വെറുതെ ഇരിക്കാൻ? പാര ഓടി വന്നു, അമ്പടാ നീ തൈറോക്സിൻ എന്നുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലേ ഞാനേ കാൽസിട്ടോണിൻ എന്ന് പറഞ്ഞിട്ടൊരു കാൽസിട്ടോണിൻ എന്ന് പറഞ്ഞിട്ട് ഞാനും ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ എന്ന് പറഞ്ഞു. കാൽസിട്ടോണിനും തൈറോക്സിനും. മനസ്സിലായോ? ഫോളിക്കുലാർ കോശങ്ങളും പാരാഫോളിക്കുലാർ കോശങ്ങളും. എന്താണ്? തൈറോയ്ഡ് ഗ്രന്ഥിയിലെ രണ്ട് തരം കോശങ്ങളാണ്. അപ്പോ ഫോളിക്കുലാർ കോശങ്ങൾ തൈറോക്സിൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്തപ്പോ ഓടി വന്ന് പാരാഫോളിക്കുലാർ കോശങ്ങള് ഞാനും പ്രൊഡ്യൂസ് ചെയ്യും കാൽസിട്ടോണിൻ എന്ന് പറഞ്ഞു. ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പൊ നമ്മൾ പറഞ്ഞത്, നമ്മളെ തൈറോയ്ഡ് ഗ്രന്ഥി നമുക്ക് എന്തിനൊക്കെയാണ് തൈറോയ്ഡ് ഗ്രന്ഥി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? മെറ്റബോളിസത്തിനും നമ്മളെ വളർച്ചയ്ക്കും വികാസത്തിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയിലെ രണ്ട് തരം കോശങ്ങളുണ്ട്. ഫോളിക്കുലാർ കോശങ്ങളും ഉണ്ട്, പാരാഫോളിക്കുലാർ കോശങ്ങളും ഉണ്ട്. ഫോളിക്കുലാർ കോശങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് തൈറോക്സിൻ. പാരാഫോളിക്കുലാർ കോശങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് കാൽസിട്ടോണിൻ. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ഇനി നമുക്ക് ഇപ്പൊ നമുക്ക് ഈ പിക്ചറൊക്കെ നമുക്ക് മനസ്സിലായല്ലോ അല്ലെ, ഇങ്ങനെയാണ്, എന്താണ്, എവിടെയാണ് ഇരിക്കണത് എന്താന്നൊക്കെ. ഇനി അപ്പൊ ഈ തൈറോക്സിൻ, അതായത് നമ്മുടെ ഫോളിക്കുലാർ കോശങ്ങളും പാരാഫോളിക്കുലാർ കോശങ്ങളും അവര് പ്രൊഡ്യൂസ് ചെയ്യണം, അവര് ഉണ്ടാക്കണ ആ ഹോർമോൺസിനെ വെറുതെ ഉണ്ടാക്കല്ല, അവർക്ക് കുറച്ച് ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ടേ. യെസ്. അപ്പോൾ ആദ്യം നമ്മൾ തൈറോക്സിൻ, നമ്മളെ ഫോളിക്കുലാറിന്റെ ഹോർമോണാണ് കേട്ടോ. ഫോളിക്കുലാർ കോശങ്ങളുടെ ഹോർമോണായിട്ടുള്ള തൈറോക്സിൻ്റെ അടുത്തേക്ക് പോവാം. തൈറോക്സിൻ എന്തൊക്കെയാണ് ചെയ്യണത് നോക്കാം. ഒന്നാമത്തത് മെറ്റബോളിസത്തിനെയും ശരീരോഷ്മാവിനെയും നിയന്ത്രിക്കുന്നു. മെറ്റബോളിസം നമ്മൾ വയറിനകത്തുള്ള നമ്മുടെ ദഹനവും അങ്ങനെയുള്ള ദഹനമായിട്ട് ബന്ധപ്പെട്ടാണ് മെയിനായിട്ട്. ആ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കും. ശരീരോഷ്മാവിനെ നിയന്ത്രിക്കും. പാകത്തിന് ചൂട്, പാകത്തിന് തണുപ്പ്,
ചൂട് കൂടാനോ തണുപ്പ് കുറയാനോ, ചൂട് കുറയാനോ തണുപ്പ് കൂടാനോ ഒന്നും പാടില്ല. ഒക്കെ എന്താണ്, ഒരു മിതമായ, നമ്മുടെ ശരീരത്തിന് നമുക്കറിയാലോ ഒരു 37°C ആണ് നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ് അല്ലെ. അതൊക്കെ ഇങ്ങനെ അങ്ങനെ നിയന്ത്രിച്ച് നിർത്തുന്നത് ആരാണ്? നമ്മുടെ തൈറോക്സിനാണ്. ആരുടെ കുട്ടിയാണ് തൈറോക്സിൻ? ആരുടെ മോളാണ്? നമ്മുടെ ഫോളിക്കുലാർ കോശത്തിന്റെ മോളായ തൈറോക്സിൻ ആണ് ഇത് ചെയ്യുന്നത്. പിന്നെന്താ ചെയ്യുന്നത് അറിയോ? നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും മസ്തിഷ്കം വികസിപ്പിക്കുന്നു. പാവം, അതായത് കുട്ടികളുടെ മസ്തിഷ്കം വികസിച്ചിട്ടുണ്ടാവോ? ഇല്ല. നമ്മളൊക്കെ വികസിച്ചിട്ടുണ്ട് അല്ലെ, നമ്മളൊക്കെ മൂത്ത് മരടിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കുഞ്ഞു വാവകളുടെ എന്താണ്, അവരുടെയൊക്കെ മസ്തിഷ്കം ഒക്കെ ഇങ്ങനെ വികസിച്ച് വരണേ ഉള്ളൂ. അപ്പൊ ആ വികസിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? തൈറോക്സിനാണ്. പിന്നെ എന്താണ്? ഹൃദയം, ത്വക്ക്, പ്രത്യുൽപാദന വ്യവസ്ഥ തുടങ്ങിയവയുടെ ആരോഗ്യം നിലനിർത്തുക. ഹൃദയം, ത്വക്ക്, നമ്മുടെ പ്രത്യുൽപാദന വ്യവസ്ഥ, അതിന്റെ ആരോഗ്യം ആരാ നിലനിർത്തുന്നത്? തൈറോക്സിൻ. അപ്പൊ 3 പോയിന്റ് ആണ് തൈറോക്സിനിൽ പഠിക്കാനുള്ളത് കേട്ടോ. എത്ര പോയിന്റ് ആണ്? 3 പോയിന്റ് തൈറോക്സിനിൽ പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ്? മെറ്റബോളിസം, ശരീരോഷ്മാവ്, നവജാത ശിശുക്കളുടെയും കുട്ടികളുടെ മസ്തിഷ്കം, ഹൃദയം, ത്വക്ക്, പ്രത്യുൽപാദന വ്യവസ്ഥ. ഈ കോളം ഇങ്ങനെ മനസ്സിലേക്ക് വരണം. ഓക്കെ, നെക്സ്റ്റ്. അപ്പോ നമ്മൾ പാര വെറുതെ ഇരിക്കോ? പാരക്ക് ആകെ ഒരു ഫംഗ്ഷനേ ഉള്ളൂ. പക്ഷേ തൈറോക്സിന്റെ കൂടെ നമ്മളെ കാൽസ്യട്ടോണിൻ, പാരാ ഫോളിക്കുലാർ കോശങ്ങൾ, അവരുടെ ഹോർമോൺ ആണ് ആര്? കാൽസ്യട്ടോണിൻ. കാൽസ്യട്ടോണിൻ എന്താ ചെയ്യുക? കാൽസ്യട്ടോണിൻ എന്താ ചെയ്യുക? രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുക. രക്തത്തില് കാൽസ്യത്തിന്റെ അളവ് കൂടാൻ പാടില്ല. അപ്പോ അതിങ്ങനെ ഒരു മിതമായ, എപ്പോ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കൂടണോ അപ്പൊ കുറയട അവിടെ പറഞ്ഞിട്ട് കാൽസ്യത്തിന് എന്ത് ചെയ്യും? രക്തത്തിന്റെ കാൽസ്യത്തിന്റെ അളവാണ് കുറയ്ക്കും. അതാണ് അവിടെ കാൽസ്യട്ടോണിൻ ചെയ്യണത്. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പൊ ഗ്രന്ഥിയുടെ സ്ഥാനം, കോശങ്ങൾ എന്താണ്, ഹോർമോൺ എന്താ, ധർമ്മം നമ്മൾ നോക്കാട്ടോ. അപ്പൊ നോക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം അപ്പൊ നമുക്ക് നോക്കാം. അങ്ങനെ തൈറോയ്ഡ് ഗ്രന്ഥി ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്തസ്രാവി ഗ്രന്ഥികളിൽ ഒന്നാണ്. അപ്പൊ തൈറോയ്ഡ് ഗ്രന്ഥിയാണ് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണ്. കഴുത്തിൽ ശ്വാസനാളത്തിന് മുന്നിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എവിടെ ഇരിക്കുന്നത്? കഴുത്തിലാണ്, ശ്വാസനാളത്തിന് മുന്നിലാണ്. ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ശരീരത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ചയും മെറ്റബോളിസവും നിയന്ത്രിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്. പ്രധാനപ്പെട്ട 2 കോശങ്ങളാണ് ഫോളിക്കുലാർ കോശങ്ങളും പാരാ ഫോളിക്കുലാർ കോശങ്ങളും. ഇനി 2 ഹോർമോണുകൾ ഫോളിക്കുലാർ കോശങ്ങളുടെ തൈറോക്സിനും പാരാ ഫോളിക്കുലാർ കോശങ്ങളുടെ കാൽസ്യട്ടോണിനുമാണ്. ഇനി എന്താണ് ഈ തൈറോക്സിന്റെ ധർമ്മങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോ ഒന്നാമത്തതാണ് മെറ്റബോളിസം നിയന്ത്രിക്കും. തൈറോക്സിൻ എന്ത് ചെയ്യും? മെറ്റബോളിസം നിയന്ത്രിക്കും. ശരീര താപനില നിയന്ത്രിക്കും. ശരീര ഊഷ്മാവ് എന്ന് പറഞ്ഞതാണ് താപനില. ശരീരത്തിന്റെ താപം നിയന്ത്രിക്കും. നവജാത ശിശുവും കുട്ടികളിലൊക്കെ മസ്തിഷ്കം വികസിക്കാൻ സഹായിക്കും. ഹൃദയം, ത്വക്ക്, പ്രത്യുൽപാദന വ്യവസ്ഥ തുടങ്ങിയവയുടെ ആരോഗ്യത്തിനും ആര് സഹായിക്കും? നമ്മുടെ തൈറോക്സിൻ സഹായിക്കും. അപ്പൊ ഇനി കാൽസ്യട്ടോണിൻ ഓടി വരുന്നുണ്ട്. കാൽസ്യട്ടോണിൻ എന്ത് ചെയ്യുക? രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു അല്ലെ, ആവശ്യമുള്ളപ്പോൾ കാൽസ്യത്തെ അസ്ഥികളിലേക്ക് നിക്ഷേപിക്കാൻ സഹായിക്കുക വഴി രക്തത്തിൽ അതിന്റെ അളവ് ഒരു പരിധിയിൽ നിലനിർത്താൻ ആര് സഹായിക്കുന്നുണ്ട്? നമ്മളെ കാൽസ്യട്ടോണിൻ സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, കാൽസ്യട്ടോണിന്റെ സഹായം എന്താണെന്ന് മനസ്സിലായി അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്തേക്ക് വരാം. ഓക്കെ, ഇനി ഈ തൈറോക്സിൻ, നമ്മുടെ തൈറോക്സിൻ എന്താണ്? നമ്മളെ ഫോളിക്കുലാർ കോശങ്ങളുടെ ഹോർമോൺ. ഈ തൈറോക്സിന് അത് കൂടാനും പറ്റില്ല, കുറയാനും പറ്റില്ല. കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ എന്താ പ്രശ്നം നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ തൈറോയ്ഡ് ഉണ്ടോ, തൈറോയ്ഡ് കുറവാണോ, തൈറോയ്ഡ് കൂടുതലാണോ എന്നൊക്കെ ചോദിക്കണേ കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള പലവർക്കും അസുഖങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതാണ് ഇനി പറയാൻ പോണത് കേട്ടോ. ആദ്യത്തെയാണ് ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടുതലാണ്. ഹൈപ്പർ ആക്ടിവിറ്റിയിലെ കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടായിരിക്കും. എപ്പോഴും ഓടി ചാടി മറിഞ്ഞ് കയറിയും അങ്ങനെ വീണ് അങ്ങനെയുള്ള കുട്ടികൾ നമുക്ക് ഹൈപ്പർ ആക്ടിവിറ്റിയാണ്, അവനുള്ള ഹൈപ്പർ ആണെന്ന് പറയാം അല്ലെ. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്നാണ് അർത്ഥം. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിക്സ് എന്ന് പറഞ്ഞാല് തൈറോക്സിന് കുറെ ഉണ്ടാവുക. തൈറോക്സിന്റെ ഉൽപാദനം കൂടുക. അപ്പൊ ഇവിടെ നോക്ക്, ഈ ഹൈപ്പർ തൈറോയിഡിസം പറഞ്ഞാൽ തന്നെ ഇവിടെ കൂടുതലാണ്. അപ്പൊ നോക്ക്, ഇവിടെ തൈറോക്സിൻ എന്താണ്? തൈറോക്സിന് നമ്മൾ കൂടുതൽ നിലയിൽ മുകളിലേക്ക് ആരോ കാണിക്കാം കേട്ടോ, കുറവ് താഴേക്ക് ആരോ കേട്ടോ. അപ്പൊ നോക്ക്, ഇവിടെ ഈ തൈറോക്സിന് കൂടുമ്പോ എന്ത് ചെയ്യും? മെറ്റബോളിസം ടപ്പ് മെറ്റബോളിസം നടക്കുകയാണ്. പെട്ടെന്ന് മെറ്റബോളിസം നടക്കും. ഹൃദയമിടിപ്പ് കൂടും പെട്ടെന്ന് നല്ല അങ്ങനെ, അതായത് സ്പീഡാവുകയാണ്. നമ്മൾ എഞ്ചിൻ സ്പീഡിൽ ഓടുക, ഭയങ്കര സ്പീഡിൽ ഒരു എഞ്ചിൻ ഇങ്ങനെ ഓടാന്ന് വിചാരിച്ചോ, ഓവർ സ്പീഡിൽ ഓടുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? കുറേ ഊർജ്ജം വേണം. കുറേ ഊർജ്ജം വേണമെങ്കിൽ മെറ്റബോളിസം ടപ്പടേ നടക്കണം. ഹൃദയമിടിപ്പ് ചടപട. പിന്നെ നന്നായി
നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അമിതമായിട്ട് വിയർപ്പുണ്ടാവും, ഭയങ്കര വിയർപ്പ്. പിന്നെ നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉത്കണ്ഠ കൂടും, ടെൻഷൻ ആവും അല്ലേ, അതൊക്കെ ആവും. അപ്പോൾ ഭയങ്കരമായ വർക്കൊക്കെ ചെയ്തു ഭയങ്കരമായ ഉത്കണ്ഠയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഭാരക്കുറവ് ഉണ്ടായിരിക്കും. നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചൂടെ? ഹൈപ്പർ പറ കൂടുതൽ, തൈറോക്സിൻ കൂടുതൽ, മെറ്റബോളിസം കൂടുതൽ, ഹൃദയമിടിപ്പ് കൂടുതൽ, വിയർപ്പ് കൂടുതൽ, ഉത്കണ്ഠ കൂടുതൽ, എല്ലാം കൂടി കൂടുതലാകുമ്പോൾ ഭാരം കുറവാവും. മനസ്സിലായോ? യെസ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹൈപ്പോ. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറവാണ്, എപ്പോഴും കുറച്ച് ഒരു പിരി കുറവാണ്. അതായത് തൈറോക്സിൻ കുറവാണ്, തൈറോക്സിന്റെ ഉൽപാദനം കുറയാണ്. യെസ്. അപ്പൊ നമുക്ക് ഒക്കെ കുറയും, മെറ്റബോളിസം കുറയും. ഓക്കെ, മെറ്റബോളിസം കുറയുമ്പോൾ ഹൃദയമിടിപ്പ് കുറയും, ഹൃദയമിടിപ്പ് കുറയുമ്പോൾ ക്ഷീണം ഉണ്ടാവും, തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. ഇവിടെ നോക്കി, ഇവിടെ തന്നെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ നോക്കി മെറ്റബോളിസം കൂടി, ഇവിടെ മെറ്റബോളിസം കുറഞ്ഞു, ഇവിടെ ഹൃദയമിടിപ്പ് കൂടി, ഇവിടെ ഹൃദയമിടിപ്പ് കുറഞ്ഞു, ഇവിടെ അമിതമായ വിയർപ്പാണ്, അതായത് നമുക്ക് ചൂട് കൂടുമ്പോൾ നമുക്ക് വിയർപ്പ് കൂടും. ഇവിടെ അങ്ങനെ തണുപ്പായിരിക്കും, ഒരു പണി എടുക്കാതെ അങ്ങനെ മിണ്ടാണ്ടിരിക്കും, നമുക്ക് തണുപ്പാണ് ഉണ്ടാവുക അല്ലേ, ചൂടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. ഇവിടെ ഭയങ്കര ക്ഷീണം, ഒരു പണി എടുക്കണില്ല, ഒരു മൂലയ്ക്ക് ഇങ്ങനെ ചുരുണ്ട് കൂടിയിരിക്കാൻ ക്ഷീണം ഉണ്ടാവില്ലേ? യെസ്. ഒരു പണി എടുക്കണില്ലെങ്കിൽ നമുക്ക് ശരീരഭാരം കൂടില്ലേ? യെസ്, ശരീരഭാരം കൂടും. അപ്പം നമുക്ക് തന്നെ കണക്ട് ചെയ്ത് പഠിക്കാം. ഇവിടെ എന്താണ്, എഞ്ചിൻ പതുക്കെ പോവാണ്, എഞ്ചിൻ ഇങ്ങനെ സ്ലോ മോഷൻ ഇങ്ങനെ ഓടാണ്. അപ്പോൾ എന്ത് ചെയ്യും, മെറ്റബോളിസം കുറയും, ഹൃദയമിടിപ്പ് കുറയും, ക്ഷീണം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇവിടെ എഞ്ചിൻ ഓവർ സ്പീഡിൽ ഓടുകയാണ്. അപ്പൊ ഇത് രണ്ടും കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. ഇനി അടുത്താണ് ഗോയിറ്റർ. ഗോയിറ്റർ തൊണ്ടമുഴ, ഗോയിറ്റർ തൊണ്ടമുഴ എന്ന് പഠിച്ചാൽ മതി. അപ്പൊ എന്താണ്, ഈ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഉണ്ടാവുന്ന തകരാറാണ് ഇതിൽ. അത് മെയിൻ ആയിട്ടുള്ളത് അയഡിന്റെ അപര്യാപ്തത. എന്താ അയഡിൻ? അയഡിൻ നമുക്ക് അറിയാലോ, അയഡിൻ എന്താണ്, ഒരു ഉപ്പിന്റെ പരസ്യം കേട്ടിട്ടില്ലേ, എന്താണ് അയഡിനുള്ള ഉപ്പ് കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് ഗോയിറ്റർ കുറയ്ക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. യെസ്. അപ്പോൾ അയഡിൻ നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു മൂലകമാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് അത്യാവശ്യത്തിന് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, തൊണ്ടയിൽ മുഴ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും നോക്കുക, കഴുത്തിൽ ഇങ്ങനെ തടിപ്പുണ്ടെങ്കിൽ അത് ഗോയിറ്റർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്താണ്, കഴുത്തിലുണ്ടാകുന്ന വീക്കമാണ്, ഭക്ഷണം വിഴുങ്ങാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അല്ലാതെ കൂടുമ്പോൾ. ഇതാണ് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമ്മളെ തൈറോയിഡിന്റെ അസുഖങ്ങൾ. ഈ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വരുന്ന അസുഖങ്ങളാണ്. ഇനി നമുക്ക് പോകേണ്ടത് നേരെ നമ്മളെ കാൽസിറ്റോണിന്റെ അടുത്തേക്ക് പോവാണ്. ആരാ കാൽസിറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യണത്? നമ്മളെ പാരാഫോളിക്കുലർ കോശങ്ങൾ. കാൽസ്യത്തിൽ പാര വന്നതല്ലേ? യെസ്. ഇങ്ങനെയാണ് ഈ രക്തത്തിലെ കാൽസ്യത്തിന്റെ ക്രമീകരണം അദ്ദേഹം നടത്തണം. നമുക്ക് നോക്കാം, ഒന്ന് കണ്ടറിഞ്ഞ് നോക്കി മനസ്സിലാക്കിയിട്ട് വരാം. രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ തോത് 9 to 11 മില്ലിഗ്രാം ആണ്. അത്രേ പാടുള്ളൂ. അതിനേക്കാളും 9നേക്കാളും കുറയാനും പാടില്ല, 11നേക്കാളും കൂടാനും പറ്റില്ല. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഈ അളവ് ഇങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടുപോണത്? അതാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ? യെസ്. അപ്പോ അതിനാരാണ് ഇവരെ നമ്മുടെ ഹെൽപ്പ് ചെയ്യണമെന്ന് അറിയോ? നമ്മളെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പാരാ തൈറോയ്ഡ് ഗ്രന്ഥി. കാൽസ്യട്ടോണിൻ നമുക്കറിയാം, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഒരു കാൽസ്യട്ടോണിൻ ഉണ്ട്. ഈ കാൽസ്യട്ടോണിന് കമ്പനിക്ക് ഒറ്റയ്ക്കാൻ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ? അപ്പൊ കാൽസ്യട്ടോണിന് കമ്പനിക്ക് ഒരാൾ വരും. ആരാണ്? തൈറോയ്ഡിന് ഒരു പാരുണ്ട്. എല്ലാവർക്കും പാരുണ്ടാവും ഞാൻ പറഞ്ഞില്ലേ? യെസ്. ഇത് അപ്പൊ ഇവിടെ നോക്ക്, ഇത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി. പിക്ചർ ഞാൻ കാണിച്ചുതരാം. നോക്ക്, ഇതാ ഈ ബട്ടർഫ്ലൈനെ പോലെ ഇതാണ് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി. അതിന് ഇടയിൽ കോഴിമുട്ട പോലെ നോക്ക്, 4 കോഴിമുട്ട പോലെ, കോഴിമുട്ടന്റെ മഞ്ഞക്കരു പോലെ അല്ലേ? യെസ്. ഇതെന്താണ്? അതാണ് നമ്മുടെ പാരാതൈറോയ്ഡ്. അപ്പൊ തൈറോയ്ഡ് ഗ്രന്ഥിക്കും പാരുണ്ട്. നമ്മൾ നേരത്തെ ഇതാണ് അവരെ കോശങ്ങൾക്കാണ് ഫോളിക്കുലാറും പാരാഫോളിക്കുലാറും. ഈ തൈറോയ്ഡിലെ കോശങ്ങൾ അതിന് നമ്മൾ പാരയും ഫോളിക്കുലാറും പാരാഫോളിക്കുലാറും പറഞ്ഞിരുന്നു. ഇനി ഇവിടെ ഗ്രന്ഥി, ഇത് നമ്മളെ തൈറോയ്ഡ് ഗ്രന്ഥി. ഈ തൈറോയ്ഡ് ഗ്രന്ഥിന്റെ പാരയാണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥി. അപ്പൊ ഇവിടെ നോക്കി, ഇതൊരു ഈ എന്താണ് കണ്ട ശരിക്കും മുട്ടയുടെ മഞ്ഞ പോലെ അല്ലേ? അവരാണ് നമ്മളെ പാരാതൈറോയ്ഡ് ഗ്രന്ഥി. അപ്പൊ അദ്ദേഹം ഈ പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഒരു ഹോർമോൺ കൊടുക്കുന്നുണ്ട്. ആ ഹോർമോണാണ് പാരാതോർമോൺ. എന്താ പേരൊക്കെ നല്ല പാരാതോർമോൺ. പാരാതോർമോൺ. പാരയാണ് ഒക്കെ പാരാതൈറോയ്ഡ് കൊടുക്കുന്നത്. ആരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പാരാതൈറോയ്ഡ്. പാരാതൈറോയിഡ് ഉണ്ടാക്കണ ഹോർമോണാണ് പാരാതോർമോൺ. തൈറോയ്ഡ്. അപ്പോൾ നമ്മള് തൈറോയ്ഡ് ഹോർമോണ് തൈറോയ്ഡും കൂടി കൂട്ടിയിട്ട് തോർമോൺ ഉണ്ടാക്കി. നമ്മൾ ഹോർമോൺ തൈറോയ്ഡ്, അപ്പോൾ അതിൽ തോർമോൺ മാച്ചാക്കി ഉണ്ടാക്കിയിരിക്കണേ. നമ്മൾ അടിപൊളി പേരല്ലേ? യെസ്. അപ്പൊ ഇവരാണ് ഈ കാൽസ്യത്തിന്റെ അളവൊക്കെ റെഡി ആക്കണത്. അപ്പോൾ ഇവിടെ പിക്ചർ കൊടുത്തത്. അപ്പോൾ ആദ്യം നമുക്ക് നോട്ട് നോക്കിയിട്ട് വരാം. നോട്ട് നോക്കിയാൽ ശരിക്കും മനസ്സിലാവും. എന്നിട്ട് നമുക്ക് പിക്ചർക്ക് വരാം കേട്ടോ. അപ്പോൾ രക്തത്തിലെ കാൽസ്യത്തിന്റെ ക്രമീകരണം. കാൽസ്യത്തിന്റെ സാധാരണ തോത് 9 to 11 മില്ലിഗ്രാം ആണ്.
കാൽസ്യത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നത് 2 ഹോർമോണുകളാണ്. ഒന്നാമത്തതാണ് കാൽസിറ്റോണിൻ, രണ്ടാമത്തതാണ് പാരാതോർമോൺ. അതിൽ കാൽസിറ്റോണിൻ ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? തൈറോയ്ഡ് ഗ്രന്ഥി നമ്മൾ പറഞ്ഞു പാരാഫോളിക്കുലർ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് കാൽസിറ്റോണിൻ. ഇനി പാരാതോർമോൺ ആണെങ്കിലോ അത് പാരാതൈറോയ്ഡ് ഗ്രന്ഥിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പാരാതൈറോയ്ഡ് ഗ്രന്ഥി എവിടെ ഇരിക്കുന്നത്? തൈറോയ്ഡ് ഗ്രന്ഥിക്ക് പിറകിലാണ് ഈ പാരാതൈറോയ്ഡ് ഗ്രന്ഥി അവിടെ ഇരിക്കുന്നത്, അതിന്റെ സ്ഥാനം. ഈ 2 ഹോർമോണുകളും വിപരീതമായി പ്രവർത്തിച്ച് കാൽസ്യത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നു. രണ്ടും എപ്പോഴും അടിയാണ്, കണ്ടാൽ തന്നെ അറിയില്ലേ? ഒന്ന് പാരയാണ്, ഒരാൾക്ക് പാരയുടെ ഒരാൾ കൂടുമ്പോൾ ഒരാളുടെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണ് മറ്റേയാൾക്ക്. അപ്പൊ എങ്ങനെയാണ് ഇവര് പ്രവർത്തിക്കണം നോക്കാം. കാൽസ്യത്തിന്റെ അളവ് കൂടുമ്പോൾ, ഇനി കാൽസ്യം അളവ് കൂടുമ്പോൾ എന്താ ചെയ്യാൻ നോക്കാം. തൈറോയ്ഡ് ഗ്രന്ഥി കാൽസ്യട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നു. എപ്പോൾ കാൽസ്യത്തിന്റെ അളവ് കൂടിയെന്ന് തോന്നിയോ അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി കാൽസ്യട്ടോണിൻ എണീക്ക് കാൽസ്യം കൂടുണ്ട് എന്ന് പറയും. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി റെഡി ആയിട്ട് കാൽസ്യട്ടോണിൻ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. എന്നിട്ട് കാൽസ്യട്ടോണിന് പിന്നെ അംഗത്തിന് ഇറങ്ങാം കേട്ടോ. അതാ ഓടിപ്പോണ്, പോകും അസ്ഥികളിലേക്ക്, ഓടിപ്പോയി ഇടയ്ക്കാണ് അസ്ഥികളിൽ പോയിട്ട് എന്ത് ചെയ്യും? അസ്ഥിയിൽ നിന്ന് കാൽസ്യം, ഫോസ്ഫേറ്റ് എന്നിവ രക്തത്തിലേക്ക് കലരുന്നത് തടയും. സാധാരണ ഈ അസ്ഥിയിൽ നിന്ന് എന്ത് ചെയ്യും? ഈ കാൽസ്യം, ഫോസ്ഫേറ്റ് ഒക്കെ രക്തത്തിലേക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റോപ്പ്, ഇനി മതി, ഇവിടെ പാകത്തിനുള്ള കാൽസ്യം ആയിട്ടുണ്ട്, ഇനി നിങ്ങളെ പണി നിർത്തിക്കോന്ന് ആരാ വന്ന് പറയണത്? കാൽസ്യട്ടോണിൻ വന്ന് പറയാണ്. അപ്പൊ ഈ കാൽസ്യം കാൽസ്യത്തിന്റെ പോലെ തന്നെയാണ് ഫോസ്ഫേറ്റും. അപ്പൊ ഇവരിങ്ങനെ രക്തത്തിലേക്ക് ഇങ്ങനെ വരികയാണ് കേട്ടോ. രക്തത്തിലേക്ക് ഇങ്ങനെ ഈ അസ്ഥിയിൽ നിന്ന് രക്തത്തിലേക്ക് ഇങ്ങനെ എന്തൊരു കാൽസ്യം ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പൊ ആ പണി നിർത്തിക്കോ, അത് ഇനി വേണ്ട, ഇവിടെ ആവശ്യത്തിനായി എന്ന് വന്ന് പറയും. അതുപോലെ അത് കഴിഞ്ഞ് അസ്ഥികളുടെ കാര്യം ഓക്കെ ആയിട്ട് നേരെ ഓടും. കാൽസ്യത്തിന് എങ്ങോട്ടാ ഓടും? വൃക്കകളിലേക്ക് ഓടും. എന്നിട്ട് വൃക്കളോട് പറയും അവിടെ എന്താ ചെയ്യണത്? കാൽസ്യത്തിന്റെയും ഫോസ്ഫേറ്റിന്റെയും രക്തത്തിലേക്കുള്ള പുനരാകിരണം തടയും. വൃക്കയിൽ എന്താ ചെയ്യുക? നമുക്ക് അരിച്ച് ഒക്കെ റെഡിയാക്കണ ആളല്ലേ, അരിപ്പല്ലേ. അവിടെ എന്ത് ചെയ്യും? അവിടെ ഈ കാൽസ്യവും ഫോസ്ഫേറ്റൊക്കെ രക്തത്തിലേക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇനി അത് നിർത്തിക്കോ, ഇനി ബാക്കി നിനക്ക് ആവശ്യമില്ലാത്ത നീ മൂത്രത്തിലൂടെയാണ് പുറം തള്ളിക്കോ, നമുക്ക് ഇനി വേണ്ട, നമുക്ക് ആവശ്യത്തിനായിട്ടുണ്ട്. ആരാ വരണത്? കാൽസ്യട്ടോണിൻ. അത് കഴിഞ്ഞ് വെറുതെ ഇരിക്കോ? ഇല്ല, നേരെ കുടലേക്ക് ഓടിട്ടോ. കുടലിൽ പോയിട്ട് പറയും രക്തത്തിലേക്കുള്ള കാൽസ്യത്തിന്റെ ആകിരണമൊക്കെ കുറയ്ക്കും, ഇനി മതി കേട്ടോ, ഞങ്ങൾക്ക് ആവശ്യത്തിനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യും? മൊത്തത്തിൽ എന്ത് ചെയ്യും? നമ്മുടെ കാൽസ്യട്ടോണിൻ്റെ ഈ പരിപാടി കൊണ്ട് മൊത്തത്തിൽ നമ്മുടെ രക്തത്തിലുള്ള കാൽസ്യത്തിന്റെ അളവൊക്കെ അങ്ങോട്ട് കുറയും. അപ്പൊ കൂടുമ്പോൾ ഓടി വരും കാൽസ്യട്ടോണിൻ. ഇനി നേരെ തിരിച്ച് കാൽസ്യത്തിന്റെ അളവ് കുറയാണ് കേട്ടോ. കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ എന്ത് ചെയ്യും? ഈ പാരാതൈറോയ്ഡ് ഗ്രന്ഥി വേഗം പാരാതോർമോണിനെ ഉൽപ്പാദിപ്പിക്കും. ഉണരാൻ പറയും, എണീറ്റോ, പൊയ്ക്കോ, കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്, ഇനി നിന്റെ ഡ്യൂട്ടിയാണ്, നീയാണ് ഇനി പ്രവർത്തിക്കേണ്ടത് പറഞ്ഞിട്ട് ഓടിപ്പോവും. പാരാതൈറോയിഡും എന്ത് ചെയ്യും? പാരാതോർമോണും എന്ത് ചെയ്യും? നമ്മളെ കാൽസ്യട്ടോണിൻ ചെയ്തപ്പോൾ തന്നെ ഓടിപ്പോയി അസ്ഥികളിലേക്ക് പോകും. അസ്ഥിനോട് പറയും, കാൽസ്യട്ടോണിൻ പറയാൻ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ പറയാ. കാൽസ്യട്ടോണിൻ എന്താ പറയണത്? ഈ രക്തത്തിലേക്ക് ഉള്ള ആ ഇത് കുറയ്ക്കണം എന്നല്ലേ പറയാ. ഇവിടെ എന്താ പറയാ? രക്തത്തിൽ ഇത് കുറഞ്ഞിരിക്കുകയാണ്, അപ്പൊ രക്തത്തിലേക്ക് ആവശ്യമാണ്, കാൽസ്യം കുറയാണ്, അപ്പൊ രക്തത്തിലേക്ക് കാൽസ്യം ആവശ്യമാണ്. അപ്പൊ എന്ത് ചെയ്യും? അസ്ഥിയിൽ നിന്ന് കാൽസ്യം, ഫോസ്ഫേറ്റ് എന്നിവയെ രക്തത്തിലേക്ക് കലർത്തുന്ന പ്രവർത്തനം വേഗത്തിലാക്കും. വേഗം ഇവിടെ കുറവാണ്, കുറച്ചും കൂടി കാൽസ്യം എനിക്ക് ആവശ്യമുണ്ട്. അസ്ഥിയിൽ നിന്ന് എന്ത് ചെയ്യും? കാൽസ്യം, ഫോസ്ഫേറ്റ് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കാൻ തുടങ്ങും. ഓക്കെ, ഇനി നേരെ വൃക്കകളിലേക്ക് ഓടും. ആര്? നമ്മളെ പാരാതോർമോൺ. എന്നിട്ട് എന്ത് പറയും? കാൽസ്യത്തിനെയും ഫോസ്ഫേറ്റിനെയും രക്തത്തിലേക്കുള്ള പുനരാകിരണം വേഗത്തിലാക്കും. വേഗം ആക്ക്. വൃക്കനോട് വൃക്കയെ ഒന്ന് പെട്ടെന്ന് ആക്ക്. നമ്മുടെ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വളരെ കുറവാണ്, ഒന്ന് പെട്ടെന്ന് കൂട്ടാൻ പറ്റുന്ന നീ കാര്യമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വൃക്കനോട് പറയും. എന്നിട്ട് ഓടിപ്പോയി കുടലേക്ക് പോകും. നമ്മളെ കാൽസ്യട്ടോണിനും അതുപോലെ പാരാതോർമോണും 3 സ്ഥലത്തേക്കാണ് പോണത്. എവിടേക്കൊക്കെ? വൃക്കയ്ക്കും, കുടലിലേക്കും, അതുപോലെ തന്നെ നമ്മൾ അസ്ഥിയിലേക്കും. ഇവിടെ കുടലിൽ പോയിട്ട് പറയും രക്തത്തിലേക്കുള്ള കാൽസ്യത്തിന്റെ ആകിരണം വേഗം കൂട്ടാൻ പറയും. അങ്ങനെ അവരും കൂട്ടും. അപ്പോൾ എന്താണ്? രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കൂടിപ്പോവും. ഇപ്പൊ രണ്ടെന്ന കാൽസ്യം കൂടിയാൽ ആരാ ഓടി വരിക? കാൽസ്യട്ടോണിൻ കൂടി വരും. എന്നിട്ട് എന്ത് ചെയ്യും? കാൽസ്യം കുറയ്ക്കും. അതേപോലെ കാൽസ്യം കുറഞ്ഞാൽ എന്ത് ചെയ്യും? പാരാതോർമോൺ ഓടി വരും, കാൽസ്യം കൂട്ടും. മനസ്സിലായോ? അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പിക്ചറിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾക്ക് ഇനി ശരിക്കും മനസ്സിലാവും. അപ്പോൾ ഇവിടെ ആദ്യം തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ഇത് നമ്മളെ മുട്ടയുടെ മഞ്ഞ പോലുള്ളത് എന്താണ്? നമ്മുടെ പാരാതൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ഈ തൈറോയ്ഡ് ഗ്രന്ഥി എന്ത് ചെയ്യും? കാൽസ്യത്തിന്റെ അളവ് കൂടുമ്പോഴാണ് അദ്ദേഹം പ്രവർത്തിക്കുക. കാൽസ്യട്ടോണിനോട് പെട്ടെന്ന് ഉണരാൻ പറയും. അപ്പൊ കാൽസ്യട്ടോണിൻ വന്നിട്ട് എന്ത് ചെയ്യും? ഇത് ആദ്യം വൃക്കയ്ക്ക് പോകും. കാൽസ്യത്തിന്റെയും ഫോസ്ഫേറ്റിന്റെയും രക്തത്തിലേക്കുള്ള പുനരാകിരണം തടസ്സപ്പെടുത്തും. അത് കഴിഞ്ഞിട്ട് കുടലേക്ക് പോകും. കുടലിൽ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? രക്തത്തിലേക്കുള്ള കാൽസ്യത്തിന്റെ ആകിരണം കുറയ്ക്കാൻ പറയും. ഇനി ആവശ്യത്തിനുള്ളതായി പറയും. പിന്നെ അസ്ഥിയിലോട്ട് പോകും. അസ്ഥിയിൽ എന്താണ്? കാൽസ്യത്തിന്റെ രക്തത്തിലേക്കുള്ള ഈ കലരണ പ്രവർത്തനമൊക്കെ അവിടെ സ്റ്റോപ്പ് ആക്കും.
ഇനി നേരെ മറിച്ച് നമ്മുടെ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ നമ്മളെ പാരാ തൈറോയ്ഡ് എന്ത് ചെയ്യും, പാരാതൊർമോണിനോട് വരാൻ പറയും. പാരാതൊർമോൺ ഓടി വന്നു, ഹാജരായി. എന്നിട്ട് എന്ത് പറയും, അവിടെ ഓടിപ്പോയി വൃക്കയിലേക്കും കുടലിലേക്കും അസ്ഥിക്കും ഓടും. ആദ്യം വൃക്കയിൽ പോയി പറയും കാൽസ്യം, ഫോസ്ഫേറ്റ് എന്നിവയുടെ രക്തത്തിലേക്കുള്ള പുനരാകരണം വേഗത്തിലാക്കും. ത്വരിതപ്പെടുത്ത പറഞ്ഞാൽ വേഗത്തിലാക്കും, പെട്ടെന്നാക്കും. രക്തത്തിലേക്കുള്ള കാൽസ്യത്തിന്റെ ആഗിരണത്തെ പെട്ടെന്നാക്കും. അസ്ഥിയിൽ നിന്ന് എന്ത് ചെയ്യും, പെട്ടെന്ന് അവിടുന്ന് രക്തത്തിലേക്ക് ഇങ്ങനെ കലർത്തും. അതായത് ഫോസ്ഫേറ്റും കാൽസ്യം ഒക്കെ അസ്ഥിയിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ രക്തത്തിലേക്ക് എത്തിക്കും. അപ്പോൾ എന്ത് ചെയ്യും, കാൽസ്യത്തിന്റെ അളവ് കൂടും. അപ്പോൾ കാൽസ്യത്തിന് സാധാരണ തോത് പറഞ്ഞു, കാൽസ്യറ്റോണിൻ എങ്ങനെ പ്രവർത്തിക്കുന്നത്, പാരാതൊർമോൺ എങ്ങനെ പ്രവർത്തിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മളെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ക്രമീകരണമൊക്കെയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥിനെ കുറിച്ചിട്ട് മാത്രമാണ് പഠിച്ചത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണ്ടേ? മനസ്സിലായവർ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് അറിയാൻ വേണ്ടി. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു 2 വാക്ക് കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് കാണാം. ഓക്കെ, ബൈ.